ഉള്ളവരെ, നമ്മുടെ ഇടവകയുടെ പ്രധാന തിരുനാൾ ആഘോഷത്തിൻ്റെ ഒരുക്കമായിട്ടുള്ള പതാക ഉയർത്തലാണ്. ഏതൊരു സമ്മേളനവും ഏതൊരു ആഘോഷവും ആരംഭിക്കുന്നത് പതാക ഉയർത്തലൂടെയാണ്. പതാക ഉയർത്തുന്നത് ഒരു ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്നതാണ്. തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോന ഇടവക അംഗങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടവകയുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണ തിരുനാൾ ആഘോഷം. ഇന്ന് ഈ പതാക ഉയർത്തലിലൂടെ തിരുനാൾ ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നമുക്ക് പ്രത്യേകമായി തേടി പ്രാർത്ഥിക്കാം. ഈ പ്രദേശത്തിന് അനുഗ്രഹമായി തല ഉയർത്തി പരിശുദ്ധ അമ്മ നിൽക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥം തേടി വന്നണയുന്ന നാനാജാതി മതസ്ഥർക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ദൈവത്തിൽ നിന്ന് ധാരാളമായ കൃപകൾ ലഭിക്കാം. നമുക്ക് ദിവസങ്ങളിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. തൃപ്പൂണിത്തുറയിൽ ക്രൈസ്തവ വിശ്വാസത്തിന് അടിത്തറയിട്ടിട്ട് ഏകദേശം 800-ൽ പല വർഷങ്ങളായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുക. 200 വർഷമായി നടമേൽ യാക്കോബായ പള്ളിയിൽ നിന്ന് വിശ്വാസ പ്രതിസന്ധിയുടെ പേരിൽ നമ്മുടെ ഇടവക മാറി രൂപം കൊണ്ടിട്ട് ഇത് 200-ാം വർഷത്തിലെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 200 വർഷം വിശ്വാസത്തിൽ നമ്മെ വളർത്തിയ നമ്മുടെ പൂർവികരെ നമുക്ക് ഓർക്കാം. ആത്മീയമായി നമ്മളെ നയിച്ചവരെ നമുക്ക് ഓർക്കാം. ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചുള്ളവരെയും നമുക്ക് ഓർക്കാം. കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ് ഓരോ തിരുനാൾ ആഘോഷവും. അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മധ്യസ്ഥ നേടുന്ന നാനാജാതി മതസ്ഥർക്കും ഇത് അനുഗ്രഹത്തിന്റെ നാളുകളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് ഈ കർമ്മത്തിൽ സംബന്ധിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക അങ്ങ് ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൂടി പോകുമ്പോഴേ